നമസ്കാരം. സവർക്കർക്കെതിരായ SFI ഫ്ലക്സ് ബോർഡിൽ ഗവർണർ പ്രതികരിച്ചത് വലിയ വാർത്തയായിരുന്നു. കാലിക്കറ്റ് സർവകലാശാല സെനറ്റ് യോഗത്തിൽ പങ്കെടുക്കാൻ എത്തിയപ്പോഴായിരുന്നു ഗവർണറുടെ അത്തരത്തിലുള്ള ഒരു പ്രതികരണം ഉണ്ടായത്. ആരിഫ് മുഹമ്മദ് ഖാൻ ഗവർണറായിരിക്കെ സ്ഥാപിച്ച ബോർഡാണ് വിവാദത്തിന് കാരണമായത്. സവർക്കർ എങ്ങനെയാണ് രാജ്യത്തിന് ശത്രുവായി എന്നായിരുന്നു ഗവർണറുടെ ചോദ്യം. അപ്പോൾ ഇതാ സംഭവത്തിൽ പ്രതികരിച്ചുകൊണ്ട് എത്തിയിരിക്കുന്നു CPIMൻ്റെ സംസ്ഥാന കമ്മിറ്റി അംഗമായിട്ടുള്ള അഡ്വക്കേറ്റ് K അനിൽകുമാർ. ചാതുർവർണ്ണ്യം പിന്തുടരുന്ന രാജ്യം ആര്യവർത്തമെന്നും 4 വർണ്ണ ജാതികൾ അധിഷ്ഠിതമാക്കാത്ത പ്രദേശങ്ങൾ മ്ലേച്ഛരാജ്യക്കാരാണെന്നും സവർക്കർ എഴുതിയതിനോട് ഗവർണർ പ്രതികരിക്കുക എന്നാണ് അനിൽകുമാർ കുറിച്ചിരിക്കുന്നത്. ഒരു പോസ്റ്റ് അദ്ദേഹം ഇട്ടു. ആ പോസ്റ്റ് ഗവർണർ ആർലക്കറോട് എന്തുകൊണ്ട് സവർക്കർ വെറുക്കപ്പെടണം എന്ന് ചോദിക്കുന്നു. ഒരു വ്യക്തിയെ വെറുക്കുന്നതിൽ ഗാന്ധി ഹത്യ മാത്രം കാരണമായി കൂടാ. അന്തമാൻ ജയിലിൽ തൻ്റെ ജീവിതം അവസാനിക്കാതിരിക്കാൻ ബ്രിട്ടീഷുകാർക്ക് മാപ്പപേക്ഷ എഴുതി സ്വന്തം തടി രക്ഷപ്പെടുത്തി എന്നതിനാൽ മാത്രം സവർക്കറെ വെറുക്കേണ്ടതില്ല. സവർക്കർ എന്തുകൊണ്ട് വെറുക്കപ്പെടണം എന്നുള്ളതിന് ചില ഉത്തരങ്ങൾ അദ്ദേഹം പറയുന്നു. 1923 സവർക്കർ പുറത്തിറക്കിയ ഹിന്ദുത്വ എന്ന ലഘുപുസ്തകം ഗവർണർ വായിച്ചിട്ടുണ്ടോ? അതനുസരിച്ച് ഇന്ത്യയെ ഹിന്ദുരാഷ്ട്രമാക്കാനുള്ള പദ്ധതി ഇന്ത്യൻ റിപ്പബ്ലിക്കിനും ഭരണഘടനയ്ക്കും എതിരാണ്. ഗവർണർ ഇതിൽ ഭരണഘടനയ്ക്കൊപ്പമാണോ? ചാതുർവർണ്ണ്യം പിന്തുടരുന്ന രാജ്യം ആര്യവർത്തമെന്നും 4 വർണ്ണ ജാതികൾ അധിഷ്ഠിതമാക്കാത്ത പ്രദേശങ്ങൾ മ്ലേച്ഛരാജ്യക്കാരാണ് എന്നും സവർക്കർ എഴുതിയതിനോട് ഗവർണർ പ്രതികരിക്കേണ്ടതല്ലേ? ഹിന്ദുത്വയുടെ പൊതുഘടകങ്ങളായിട്ടുള്ള ആര്യവംശം, ആര്യൻ രക്തം, ആര്യൻ സംസ്കാരം, ആര്യദേശീയത എന്നിവ ഇല്ലാത്ത മറ്റു മതക്കാരെ ബലം പ്രയോഗിച്ച് രാജ്യാതിർത്തികൾക്ക് അപ്പുറത്തേക്ക് പുറത്താക്കണമെന്നും സവർക്കർ ആവശ്യപ്പെടുന്നു. അപ്പോൾ ഗവർണർ ഇതിനൊക്കെ അഭിപ്രായം പറയുമോ എന്ന് ചോദിക്കുന്നുണ്ട്. ഇന്ത്യ ചരിത്രത്തിലെ 6 സുവർണാധ്യായങ്ങൾ എന്ന പുസ്തകം ഗവർണർ വായിച്ചിട്ടുണ്ടോ? അതിൽ അടിമുടി വർഗീയതയും നുണയുമുണ്ട്. ഒരു നുണ മാത്രം നോക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് കുറിക്കുകയാണ് അനിൽകുമാർ. കാശിയിലെയും മധുരയിലെയും രാമേശ്വരത്തെയും ഹിന്ദു ക്ഷേത്രങ്ങൾ തകർത്ത മുസ്ലിം രാജാക്കന്മാർ ഹിന്ദു ദൈവങ്ങളുടെ വിഗ്രഹങ്ങൾ അവരുടെ രാജകൊട്ടാരത്തിൽ കൊണ്ടുപോയി ടോയ്ലറ്റുകളിൽ ക്ലോസറ്റിൻ്റെ ചവിട്ടുപടിയാക്കിയത്രേ. ആർലക്കർ അതിന് തെളിവ് തരാമോ എന്നുകൂടി ചോദിക്കുന്നുണ്ട് അനിൽകുമാർ. ഇന്ത്യ ചരിത്രത്തെ മുസ്ലിം വിരുദ്ധതയിലൂന്നി വ്യാജ ചരിത്രരചന നടത്തിയ സവർക്കർക്ക് ചരിത്രം മാപ്പ് നൽകുമോ എന്ന് ചോദിക്കുന്നു അനിൽകുമാർ. സവർക്കറുടെ പുസ്തകം വസ്തുതകളുടെ പിൻബലത്തിൽ തെളിയിക്കാൻ ഗവർണറെ വെല്ലുവിളിക്കുന്നു. വരൂ, നമുക്ക് സവർക്കറെപ്പറ്റി സംസാരിക്കാം. ഇന്ത്യയുടെ സ്വാതന്ത്ര്യയുദ്ധം 1857 എന്ന പുസ്തകം സവർക്കർ എന്തിനെഴുതി? 1966 അത് പ്രസിദ്ധീകരിച്ചു. അതിൻ്റെ ലക്ഷ്യമെന്ത്? സവർക്കർ ബ്രിട്ടീഷുകാരെ എതിർത്തുവെന്ന് സ്ഥാപിക്കാൻ അത് നോക്കുകയാണ് എന്ന് കൂടി പറയുന്നുണ്ട്. അതോടൊപ്പം മുസ്ലിം വിരുദ്ധ ആഖ്യാനത്തിൽ ചരിത്ര സൃഷ്ടി നടത്തുക. എൻ്റെ നാടുകടത്തൽ എന്ന പുസ്തകം, അതിൽ നോക്കിക്കഴിഞ്ഞാൽ സ്വന്തം ജീവചരിത്രം സ്വയം എഴുതി സ്വയം വീര സവർക്കർ എന്ന് പേരിട്ട ആ വിദ്യ കൂടി മനസ്സിലാക്കുക. സവർക്കർ ബ്രിട്ടീഷുകാരെ എതിർത്തത് എന്തിന് എന്നും അത് ദേശീയ സ്വാതന്ത്ര്യ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായിരുന്നില്ല എന്നുകൂടി അനിൽകുമാർ എഴുതി വെക്കുന്നു. പ്ലേഗ് കമ്മീഷണർ വീടുകളിൽ കടന്ന് രോഗപ്രതിരോധ പ്രവർത്തനങ്ങൾ നടത്തിയത് തങ്ങളുടെ വീടുകളുടെ അശുദ്ധമാക്കി എന്നുള്ള പ്രചരണത്തിൽ നിന്ന് പ്ലേഗ് കമ്മീഷണറെ വെടിവെച്ച് കൊന്നവരെ പിന്തുണച്ച പ്രസ്ഥാനമായിരുന്നു സവർക്കർ തുടക്കമിട്ടത് എന്നുകൂടി പറഞ്ഞു വെക്കുകയാണിവിടെ. ആരോഗ്യ പ്രവർത്തകർ എന്തുകൊണ്ട് കൊല്ലപ്പെട്ടു? പ്ലേഗ് തടയാൻ ഞങ്ങളുടെ വീട്ടിൽ കയറിയവർ കൊല്ലപ്പെടേണ്ടതല്ലേ എന്നും ഈ ശാസ്ത്ര വിരുദ്ധതയുടെ പാരമ്പര്യമാണ് സവർക്കർക്ക് മുന്നിലുള്ളത് എന്നും സവർക്കറിൽ നിന്നാണ് ഗോൾവാക്കർ പിറന്നത് എന്നുകൂടി അനിൽകുമാർ എഴുതി വെക്കുന്നു. വിചാരധാര പിറന്നത്, കാവ്യരാഷ്ട്രീയം വികസിച്ചത്, ഹിന്ദുത്വൻ്റെ രാഷ്ട്രീയ മാനങ്ങൾ എന്ന പുസ്തകം താൻ എഴുതിയിട്ടുണ്ട് എന്നും അതിനകത്ത് ഇതിനെക്കുറിച്ച് വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് എന്നും സംവാദത്തിൽ നിന്നും ആരും ഒളിച്ചിടേണ്ട എന്നുകൂടി അഡ്വക്കേറ്റ് അനിൽകുമാർ പറയുന്നുമുണ്ട്. അഡ്വക്കേറ്റ് അനിൽകുമാറിൻ്റെ വാദങ്ങളൊക്കെ അദ്ദേഹത്തിൻ്റെ മാത്രമായിരിക്കാം. സവർക്കർ എന്തുകൊണ്ട് അങ്ങനെ ചെയ്തില്ല? അല്ലെങ്കിൽ സവർക്കർ ജീവിച്ചിരുന്ന കാലത്ത് സ്വാതന്ത്ര്യ സമര സേനാനിയായിരുന്നു, സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടിയിട്ടുണ്ടോ? ഇതിനൊക്കെ ഉത്തരം പറയേണ്ടത് ആരാണോ ഈ സവർക്കർക്കെതിരായിട്ടുള്ള പോസ്റ്ററുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അതിനെതിരെ പ്രതികരിച്ചത്,
ആ പ്രതികരിച്ചത് ഗവർണർ ആർലക്കറാണ്. അപ്പോൾ അതിൻ്റെ പ്രതികരണം കൊടുക്കേണ്ടതും അതിന് മറുപടി പറയേണ്ടതും ആർലക്കറാണ്. ആ മറുപടിയിൽ സംതൃപ്തനാകുവാൻ CPM-ൻ്റെ ഈ അന്തംഗമ്മികളും ഒപ്പം തന്നെ അനിൽകുമാറിനെ പോലുള്ള അഡ്വക്കേറ്റും മനസ്സിലാക്കേണ്ടതാണ്. അദ്ദേഹം സംസ്ഥാന കമ്മിറ്റി അംഗം കൂടിയാണ് CPM-ൻ്റെ. അദ്ദേഹത്തിനുമുള്ള തിരിച്ചറിവുണ്ടാകുവാൻ ഇതിൻ്റെ മറുപടി ഗവർണറിൽ നിന്ന് ലഭിക്കുമെന്ന് നമുക്ക് അനുമാനിക്കാം.